പറയുന്ന കേക്ക് അമ്മേ. എന്റെ മോനെ കാണണം. അവൻ എങ്ങോട്ടാ കൊണ്ടുപോയെന്ന് വെച്ചാൽ നമുക്ക് അങ്ങോട്ട് പോകാം. മോനെ ആന്റി സമാധാനപ്പെട്. അവർ ചോദ്യം ചെയ്തിട്ട് മുരളി വിടും. ആന്റി വാ, ഇവിടെ ഇരിക്കും. ആന്റി ഞാൻ പറയുന്നേക്ക്. പാവല്ലേ മോനെ, എന്റെ മോൻ. നന്ദ, അമ്മ പറയുന്ന പോലെ നമുക്ക് അങ്ങോട്ട് പോയാലോ? അവൻ പാവ, എനിക്ക് ഇപ്പൊ തന്നെ അവനെ കാണണം. അമ്മേ, മുരളീട്ടൻ വന്നു. അയ്യോ, എന്റെ മോൻ, എന്റെ മോൻ, എന്റെ മോൻ വന്നു. മുരളി, മുരളി, മുരളീട്ടൻ, എന്റെ മോനെ, മോനെ, മോനെ അവര് നിന്നെ വല്ലതും ചെയ്തോടാ? ഇല്ലമ്മേ, അമ്മ കരയാതെ. ഒന്നുമില്ല. ഗൗരി കരയല്ലേ, എനിക്കൊന്നുമില്ല. അവര് കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചു, അത്രേ ഉള്ളൂ. അമ്മേ, ഒരു കേസാവുമ്പോ പലരെയും ചോദ്യം ചെയ്യും. ഇപ്പോ പ്രഭയാന്റിയൊക്കെ കൊണ്ടുപോയി ചോദ്യം ചെയ്തില്ലേ, അത്രേ ഉള്ളൂ. മുരളി, എന്തൊക്കെയാണ് അവർ ചോദിച്ചേ? സത്യം പറയാം, അവർക്ക് നിന്നെ നല്ല സംശയമുണ്ട്. അത് ഞാൻ അവരോട് ഏറ്റു പറഞ്ഞല്ലേ. അപ്പോ എന്നല്ലേ ചോദ്യം ചെയ്യാൻ കൊണ്ടുപോകേണ്ടത്? അവര് നിന്നെ കൊണ്ടുപോയതിന്റെ കാര്യം മനസ്സിലാവുന്നില്ല. അല്ല, അവരെന്താ എലിയും പൂച്ചയും കളിക്കുകയാണോ? ശരിയാ, അവരൊരു എലിയും പൂച്ചയും കളിക്കുക. പലരെയും തട്ടിക്കളിച്ച് രസിക്കുക. യഥാർത്ഥ കൊലയാളിയെ ചിലപ്പോ ഇപ്പൊ തന്നെ അവര് മനസ്സിലാക്കിയിട്ടുണ്ടാവും. വസുന്ധര മേടത്ത് സൂക്ഷിക്കണം നന്ദ. ദേവികയിലേക്ക് അവര് വൈകാതെ എത്തിച്ചേരും. പിന്നീടുള്ള കാര്യങ്ങൾ ഭയക്കണം. ദേവിക പോലീസിനെ കബളിപ്പിച്ച് കഴിയുന്ന സംശയത്തില് വസുന്ധര മുന്നോട്ട് നീങ്ങുന്നെങ്കിൽ ദേവികയുടെ ജീവന് തന്നെ ആപത്താത്. മോൻ വാ. ചന്ദ്രോത്ത് വീടുമായി ബന്ധപ്പെട്ട എല്ലാവരെയും പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്ത് വരികയാണ്. അമ്മേ, പ്രാഞ്ചി, ഏത് സമയത്തും നമ്മളെയും കൊണ്ടുപോയേക്കാം. നമ്മളെ കൊണ്ടുപോയാൽ പോണം ഗിരിയേട്ടാ. എനിക്കൊറ്റ ആഗ്രഹമുള്ളൂ, മീരയുടെ കൊലപാതകി പിടിക്കപ്പെടണം. അർഹിക്കുന്ന ശിക്ഷ വാങ്ങി കൊടുക്കുകയും വേണം. അതെ, പ്രാഞ്ചി പറയുന്നതാ ശരി. ചോദ്യം ചെയ്യാൻ വിളിച്ചാൽ നമ്മളും സഹകരിക്കണം. പാവം കുഞ്ഞ്, അതിനോട് ഈ ക്രൂരത കാണിച്ച ആള് ശിക്ഷിക്കപ്പെടുക തന്നെ വേണം. ഒന്നോർത്താ പാവമായിരുന്നു അവള്. കാര്യങ്ങൾ കൃത്യസമയത്ത് അവൾ അറിയിച്ചിരുന്നെങ്കിൽ ഈ മരണം ഉണ്ടാവില്ലായിരുന്നു. ഇപ്പൊ തോന്നുന്നത്, അന്ന് കാറിൽ ചോരയൊലിപ്പിച്ച് കിടന്ന മീരയെ ഞാൻ കാണാൻ പാടില്ലായിരുന്നു എന്നോ. അന്ന് തന്നെ അവളുടെ ജീവിതം അവളുടെ ഇഷ്ടപ്രകാരം അവസാനിക്കണമായിരുന്നു. ഇങ്ങനെ മറ്റൊരാളുടെ കൈകൊണ്ട് ജീവൻ പോകേണ്ടി വരില്ലായിരുന്നു. ആ വിധി ഇങ്ങനെയായി. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.